LDFിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ സമസ്ത മുഖപത്രം സുപ്രഭാതം കത്തിച്ചു. മലപ്പുറം തിരൂരങ്ങാടിയിലാണ് സംഭവം. LDFിന്റെ പരസ്യം വന്നതിലെ പ്രതിഷേധമാണ് പ്രകടിപ്പിച്ചത് എന്നും താൻ സമസ്തയുടെയും ലീഗിന്റെയും അനുഭാവിയാണെന്നും പത്രം കത്തിച്ച നെച്ചിക്കാട് കോമക്കുട്ടി ഹാജി പ്രതികരിച്ചു. കത്തിക്കാനുണ്ടായ കാരണം, ഞാനിന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് കണ്ട് വന്നുകൊണ്ട് മദ്രസയിൽ പ്രവേശനോത്സവമായിരുന്നു. അപ്പം സുപ്രഭാതം പേപ്പർ അവിടുന്ന് കണ്ടുകൊണ്ട് ഇതെന്തെങ്ങനെ എഴുതിക്കിടുന്ന അവിടുത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു ആ ദിവസം കൊണ്ട്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഒരു 3 പേപ്പറോളം സുപ്രഭാതം കൊടുക്കുന്നുണ്ട് എൻ്റെ വകമായിട്ട്. ഞാൻ സമസ്തൻ്റെ ആൾ തന്നെയാണ്. ഞാൻ സമസ്തൻ്റെ ആളാണ്, SKSFൻ്റെ ആളാണ്, പിന്നെ ഒക്കെ ലീഗിൻ്റെ ഒരു അനുഭാവിയാണ്. അപ്പോൾ ഞാനത് അവിടെ വന്ന് ഞാൻ കൊടുക്കണ കടയിൽ ഒരു പ്രവാസി ഹോട്ടലിൽ നിന്നുണ്ട്, അതിലൊരു ആ പേപ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് സുപ്രഭാതം. അവിടെ നിന്നപ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പേപ്പർ വായിക്കുന്നുണ്ട്. ഇത് ഏത് പേപ്പറാണ്, ഇതെന്തെങ്ങനെ എഴുതാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് പേപ്പർ നോക്കേണ്ടത്, ഇത് സുപ്രഭാതം, ഇത് നമ്മളെ പേപ്പറാണല്ലോ. അപ്പോൾ അത് കേട്ട പാട് എനിക്കൊരു ഭയങ്കര പ്രഷർ കൂടുതൽ. ഞാൻ ആ പേപ്പർ എടുത്തുകൊണ്ട് ബസ് സ്റ്റോപ്പിന് നേരെ മുന്നിൽ തന്നെയാണ് അവിടെ പോയിക്കാണ്ട് അപ്പോഴത്തെ പ്രസിഡൻ്റ് ദിവസം കൊണ്ട് അവിടെ ഇരിക്കേണ്ടവർ മറ്റത്ത് സിയാബ് പറഞ്ഞിട്ട് അവന് CPMൻ്റെ ആളാണ്, വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കത്തിക്കുക, ഇത് നമുക്ക് പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കത്തിച്ചു. അപ്പോൾ അവനാണ് ഇതൊക്കെ വിട്ടതൊക്കെ. ഇപ്പോൾ പരസ്യം വന്ന് LDFിൻ്റെ പരസ്യം വന്ന് സർക്കാരിൻ്റെ പരസ്യമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് ആ പേപ്പർ ഞാൻ കത്തിക്കാണെങ്കിൽ മുന്നേ തന്നെ ഞാൻ വായനശാല പോയി. കൊടിഞ്ഞിൽ കുറച്ചങ്ങാടി ഒരു വായനശാലുണ്ട്, എല്ലാ പേപ്പറും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിക്കാണ് നോക്കിയപ്പോൾ സുപ്രഭാതത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം പിടിച്ചു. കാരണം നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണ്, എല്ലാം ചെയ്യണ്. തങ്ങന്മാരും മുത്തുക്കോതങ്ങളെയും സാധിക്കലങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ പെട്ടെന്നൊരു പ്രഷർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ്ട് കത്തിച്ചു. അതിൽ കത്തിച്ചത് വേറൊരാളാണ്, അവന് LDFിൻ്റെ ആളാണ്. ഇപ്പോൾ പറഞ്ഞ് കേട്ട് പൊന്നാളിയിലെ LDF സ്ഥാനാർത്ഥി ഹംസ ഇതിനൊക്കെ എന്ന് പറയുന്നുണ്ട്, അവന് മുതലെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെന്നൊക്കെ. ഇത് ഈ പേരും പറഞ്ഞാണ്. ഞാൻ അന്നും ഇന്നും ഞാൻ ലീഗിൻ്റെ ഒരു അനുഭാവിയാണ്, സമസ്തൻ്റെ ഉറച്ചാളാണ്. ഇത് കാരണത്താൽ ഞാൻ ഈ സമസ്തയിൽ നിന്ന് പോവില്ല. സമസ്തയിലേക്ക് പേപ്പർ ഇഞ്ഞുവിടും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ലീഗ് പ്രവർത്തകനാണ്. പത്രം കത്തിച്ചത് കാടത്തമാണെന്നും പിന്നിൽ മുസ്ലിം ലീഗാണെന്നും പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. കാടത്തം തനി കാടത്തം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മുഖപത്രം എന്ന അതിൻ്റെ ജിഹ്വയാണ് അല്ലേ? ആ സംഘടന കത്തിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇതിൽ സാധാരണ ലീഗറൊന്നും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇതിൽ പുതിയ ലീഗിൻ്റെ നേതൃത്വം എന്നല്ലോ ഈ മൂലധന ശക്തികൾ അതിൻ്റെ ആധിപത്യത്തേക്ക് വന്നു. അധോലോക നായകന്മാർ സംഘടന ഭരിക്കാമെന്ന് പറഞ്ഞു. അതേസമയം LDF ആരോപണം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നിഷേധിച്ചു. സുപ്രഭാതത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് SKSSFും ആരോപിച്ചു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണിത് ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായി മാറുന്നതിൻ്റെ സാഹചര്യം? വേണു, വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് LDF ഇന്ന് സുപ്രഭാതം പത്രത്തിൽ മാത്രം LDFിൻ്റെ പരസ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് സമസ്ത പ്രവർത്തകനും ലീഗ് അനുഭാവിയുമായിട്ടുള്ള തിരൂരങ്ങാടി സ്വദേശിയായിട്ടുള്ള നമ്മോട് പ്രതികരിച്ച ഈ കോമുകുട്ടി ഹാജി എന്ന് പറയുന്നയാൾ അത് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കത്തിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇത് സമസ്ത അണികൾക്കിടയിൽ ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഈ ഇടതുപക്ഷവും അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് സമസ്ത പറയുന്നത് മുസ്ലിം ലീഗിലെ ഏതാനും ചില ആളുകളാണ് ഇത്തരത്തിൽ ഈ പത്രം കത്തിക്കുന്ന തരത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു പ്രതികരണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്തയും ലീഗും തമ്മിൽ നേരിയ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സമസ്തയുടെ പത്രം കത്തിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അത് സമസ്ത ലീഗ് പ്രവർത്തകനാണ് കത്തിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. എന്നാൽ അത് അദ്ദേഹം നിഷേധിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത് വളരെ കൃത്യമായി തന്നെ ലീഗിനെതിരെയുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ് ലീഗിന്റെ വിശദീകരണം. അതോടൊപ്പം തന്നെ ലീഗ് പ്രവർത്തകനല്ല ഇദ്ദേഹമെന്നും ലീഗ് അവകാശപ്പെടുന്നു. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ലീഗ് അനുഭാവിയാണ്, ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രചാരണം നടക്കുന്നു. സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധത്തെ വരെ ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടി അത് പത്രമല്ലേ പരസ്യമല്ലേ എന്നൊക്കെ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിനും കടുത്ത അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സമസ്തയുടെ മുഖപത്രമായ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും ലീഗ് പ്രവർത്തകരായ സമസ്തയുടെ മുഖപത്രത്തിലാണ് LDFിന് വോട്ട് ചെയ്യണമെന്ന തരത്തിലുള്ള പരസ്യം വരുന്നത്. അത് മുസ്ലിം ലീഗിന് കടുത്ത എതിർപ്പ് ഇക്കാര്യത്തിൽ
ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പൊന്നാനിയിൽ ഇടതുപക്ഷം ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കെ എസ് ഹംസയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹംസ പറയുന്നത് ലീഗിലെ ഒരു വിഭാഗം ആളുകളാണ് ഈ ഒരു പത്രം കത്തിക്കുന്നതിന് പിന്നിലെന്നും ഇപ്പോഴുള്ള നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത് പിന്നിലെന്നുള്ളതുമാണ് കെ എസ് ഹംസ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് നിലവിൽ ഇടതുപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ ലീഗ് പറയുന്നത് ഇദ്ദേഹത്തിന് പാർട്ടി അനുഭാവി മാത്രമാണ്, പക്ഷേ പാർട്ടിയുടെ ഔദ്യോഗിക മെമ്പർഷിപ്പ് ഉള്ളയാളോ അല്ലെങ്കിൽ പ്രവർത്തകനോ അല്ല എന്നുള്ളതാണ് ലീഗിന്റെ വിശദീകരണം. വേണോ സമീർ, ഈ സമസ്തയുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? മാത്രവുമല്ല ഈ സുപ്രഭാതം ഇതിനു മുൻപ് ഏതെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ LDFന്റെ ഇത്തരം വലിയ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ? വേണു, നേരത്തെ സർക്കാർ പരസ്യങ്ങളൊക്കെ തന്നെ സുപ്രഭാതത്തിൽ വന്നിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പരസ്യം വന്നതായി നമുക്കൊന്നും തന്നെ ഓർമ്മയില്ല. അതോടൊപ്പം തന്നെ ഈ സമസ്ത അണികൾ മുസ്ലിം ലീഗിനെ ഈ പരസ്യത്തിന്റെ പേരിൽ പ്രതിരോധിക്കുന്നത് നേരത്തെ ചന്ദ്രികയിലടക്കം ഈ LDFന്റെ അല്ലെങ്കിൽ സർക്കാർ പരസ്യങ്ങൾ വന്നിരുന്നു. വികസന നായകൻ എന്ന പേരിൽ പിണറായി വിജയന്റെ ചിത്രമടക്കമുള്ള പരസ്യം വന്നിരുന്നു. അങ്ങനെ ചന്ദ്രികക്ക് പരസ്യം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇത്തരം ഒരു പരസ്യം കൊടുത്തുകൂടാ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ സമസ്ത പ്രവർത്തകർ ഈ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ രാഷ്ട്രീയമായി ഏറെ ചർച്ചയാക്കപ്പെടുകയാണ്. നിലവിൽ പൊന്നാനി പ്രത്യേകിച്ച് സമസ്തയിലെ ഒരു വിഭാഗം പ്രവർത്തകർ പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരുന്ന ഒരു ഘട്ടം നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്ത് അതിനിടയിലാണ് ഇത്തരം ഒരു പത്രം കത്തിക്കുന്ന വിവാദം കൂടി വരുന്ന സാഹചര്യത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം നീക്കം. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.